എറണാകുളത്ത് സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു. 4 കേസുകളാണ് ഒരാഴ്ചക്കിടെ മാത്രം രജിസ്റ്റർ ചെയ്തത്. വിവിധ കേസുകളിലായി 28 കോടി രൂപയാണ് നഷ്ടമായത്. സൈപ്രസിൽ നിന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന് കണ്ടെത്തി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, നമ്മൾ തന്നെ എത്ര വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഈ തട്ടിപ്പ് അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ തട്ടിപ്പിൽ അകപ്പെടുന്നത് ആളുകൾ എന്നൊരു വലിയ സംശയമുണ്ട്. ഇതിനിയും ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? ഏറ്റവും പുതിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ. അനുജ, വിർച്വൽ അറസ്റ്റ്, ഷെയർ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പ്, അങ്ങനെ തട്ടിപ്പ് പലവിധമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തത് 28 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഇന്നലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഒരു പരാതി എത്തിയത്. 2,88,00,000 രൂപ 59 വയസ്സുകാരിയായ വീട്ടമ്മയിൽ നിന്ന് വിർച്വൽ അറസ്റ്റിന്റെ പേരിൽ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. ഒപ്പം മറ്റൊരു 25 കോടിയുടെ തട്ടിപ്പ് കഴിഞ്ഞ ദിവസം, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ് 25 കോടിയുടെ. അതിന്റെ ചില വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം പറയുന്നത് ഈ തട്ടിപ്പിന് ആസൂത്രണം നടന്നിരിക്കുന്നത് സൈപ്രസ് എന്ന രാജ്യത്ത് നിന്നാണ്. അവിടെ നിന്ന് വന്ന വിദേശ നമ്പർ കണ്ടെത്തിയിട്ടുണ്ട്. ക്യാപിറ്റലിക്സ് എന്ന ഒരു സൈറ്റും ആപ്പും വഴിയാണ് ഈ തട്ടിപ്പ് നടന്നത്. അതായത് യഥാർത്ഥ ഷെയർ ട്രേഡിംഗ് ആപ്പിനോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പ് ആപ്പ് നിർമ്മിച്ച് അതിലേക്ക് ആളുകളോട് പണം നിക്ഷേപിക്കാൻ പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. അതിൽ ഏകദേശം 1000-ഓളം വരുന്ന ആളുകൾ ഇന്ത്യയിൽ മാത്രം ആ ആപ്പിലേക്ക് പണം നിക്ഷേപിച്ച് പണം നഷ്ടമായവരുണ്ട്. അതിൽ 60-ഓളം വരുന്ന ആളുകൾ കേരളത്തിൽ നിന്നാണ്. 50 ലക്ഷം മുതൽ 1 കോടി വരെ നഷ്ടമായ ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ലഭിക്കുന്ന വിവരം. പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഈ ഇന്റർനാഷണൽ നമ്പറും കേരള കണക്ഷനും അത് ബന്ധിപ്പിച്ച പ്രതികളിലേക്ക് എത്താം എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. അനുജ, അതാണ് വീണ്ടും എറണാകുളത്ത് സൈബർ തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നു. ഇതിനോടകം തന്നെ കേരളത്തിൽ 60 പേർക്ക് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായി 60 പേർ എന്നതാണ്. അതിനിടെയാണ് ഏറ്റവും ഒടുവിലായി മട്ടാഞ്ചേരിയിൽ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.